പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് ഓരോ ആഗ്രഹങ്ങൾ തോന്നാറുണ്ടായിരുന്നു കേട്ടോ. യു.എയിൽ വെച്ച് ചില കാര്യങ്ങളൊക്കെ ഞാനങ്ങ് മാറ്റി വെക്കാറുണ്ട്. കാരണം ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് നാട്ടിലായിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നേനേന്ന് കേട്ടോ. സോ അങ്ങനെ ഞാൻ പലതും മാറ്റി വെക്കുമായിരുന്നു. ചിലതൊക്കെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കും. എന്നാലും ചിലതൊന്നും നമ്മൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടില്ലല്ലോ പുറത്തുനിന്ന് വാങ്ങിയാൽ. അതുകൊണ്ട് തന്നെ വേണ്ടാന്ന് വെച്ച് മാറ്റി വെക്കാറുണ്ട്. നാട്ടിൽ വന്നപ്പോഴോ പിന്നെ ഫുൾ റെസ്റ്റായി. അതുകൊണ്ട് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ഉണ്ടാക്കി തരാനും നമ്മളെ നോക്കാനും. പക്ഷേ യു.എയിൽ വെച്ചിട്ട് എല്ലാം നമ്മൾ തന്നെ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് മടിയായോ എന്ന് എനിക്കും കൂടി ഒരു സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഞാൻ ഓടിച്ചാടി നടക്കുമായിരുന്നെങ്കിലും ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഞാൻ മടി പിടിച്ച് ഇങ്ങനെ എല്ലാത്തിനും ആളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മാറി നടക്കലാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ സ്റ്റൈലിൽ ഒരു ചിക്കൻ കറി വെച്ചേക്കാമെന്ന്. അങ്ങനെ അതുകൊണ്ട് ഞാനും ഇക്കും കൂടി ആണ് ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ കറി പൂരിയുമാണ് ഞാനിന്ന് എടുക്കുന്നത്. ഡോക്ടർ പറഞ്ഞായിരുന്നു അധികം എണ്ണയിലൊന്നും വറുത്ത് ഒന്നും കഴിക്കേണ്ടതാണ്. എന്നാലും ഒരു ആഗ്രഹം തോന്നിയപ്പോൾ വല്ലപ്പോഴും അല്ലേ കുഴപ്പമില്ലായിരിക്കും എന്ന് വെച്ച് പൂരിയാണ് ഇന്ന് എടുത്തത് കേട്ടോ. അപ്പം ചിക്കൻ കറിയും പൂരിയും കുറച്ച് ചിക്കനും ഒക്കെ പൊരിച്ച് ഇന്നത്തെ ഫുഡ് ഇങ്ങനെ അങ്ങ് സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ